ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. ആർക്കായിരിക്കും വിജയ സാധ്യത? രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് പരാജയപ്പെടുത്തി ക്വാളിഫയർ 2 യോഗ്യത നേടിയപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഒന്നാം ക്വാളിഫയറിൽ പരാജയപ്പെടുകയായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിന് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ? സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ എന്നിവരുടെ ഈ 3 ബാറ്റ്സ്മാൻമാരുടെ ഫോമാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഇവരിൽ ഒരാളെങ്കിലും നല്ലൊരു സ്കോർ കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമാണ് രാജസ്ഥാനെതിരെ ഗുജറാത്തിന് നല്ലൊരു സ്കോറിലേക്ക് എത്തുവാനും അവരെ പ്രതിരോധിക്കാനും സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ ഈ 3 പേരും ഫ്ലോപ്പായിരുന്നു. രാഹുൽ തിവേട്ടിയ മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിന്നത്. സായ് സുദർശനെയും ശുഭ്മാൻ ഗില്ലിനെയും ജോസ് ബട്ട്ലറിനെയും ഒഴികെ വാഷിംഗ്ടൺ സുന്ദർ, നിഷാന്ത് സന്ധു, ജേസൺ ഹോൾഡർ, രാഹുൽ ത്രിവേട്ടിയ, റാഷിദ് ഖാൻ വരെ അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ കേൾപ്പിലിറ്റിയുള്ള പ്ലെയേഴ്സ് തന്നെയാണ്. ബോളേഴ്സിൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കജാസ റബാഡയും മുഹമ്മദ് സിറാജും നേതൃത്വം നൽകുന്ന ഫേസ് ബോളിംഗ് അറ്റാക്കാണ് ഗുജറാത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. അതിനോടൊപ്പം ജേസൺ ഹോൾഡറും റാഷിദ് ഖാനും പ്രസിദ്ധ് കൃഷ്ണയും ചേരുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു ബോളിംഗ് അറ്റാക്ക് ഗുജറാത്ത് ടൈറ്റൻസിനുണ്ട്. എന്നാൽ രാജസ്ഥാൻ റോയൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈഭവ് സൂര്യവംശി എന്ന 15 വയസ്സുകാരൻ്റെ ബാറ്റിംഗ് കരുത്തിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ അവർ പരാജയപ്പെടുത്തിയത്. 29 ബോളുകളിൽ നിന്നും 97 റൺസ് നേടി ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചിരിക്കുന്നതാണ് ഇന്ത്യൻ കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശി. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് ആദ്യം ശ്രമിക്കുന്നത് എങ്ങനെയും വൈഭവിനെ ആദ്യം തന്നെ വിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ഔട്ടാക്കുക എന്നുള്ളതായിരിക്കണം. യശസ്വി ജയ്സ്വാളും ധ്രുവൽ ജുരലും റിയാൻ പരാഗും ഡോണവൻ പരേരയും രവീന്ദ്ര ജഡേജയും ദുഷൻ ഷണകിയും ഒക്കെ തന്നെ ബാറ്റ് കൊണ്ട് നന്നായി സംഭാവന ചെയ്യാൻ കഴിയുന്ന പ്ലെയേഴ്സ് തന്നെയാണ്. ഭാരതത്തിലേക്ക് വരുമ്പോൾ ജോഫ്ര ആർച്ചറും തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സംഭാവന ബാറ്റിങ്ങിലും കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോഫ്ര ആർച്ചർ തന്നെയാണ് അവരുടെ കുന്തമുന എന്ന് പറയുന്നത്. നന്ദർ ബർഗറും പ്രജീഷ് ശർമ്മയും രവീന്ദ്ര ജഡേജയും ഷനകിയും ചേരുന്ന നല്ലൊരു ബോളിംഗ് അറ്റാക്കും അവർക്കുണ്ട്. അവരോടൊപ്പം യാഷ് രാജ് പുഞ്ചയും സുശാന്ത് മിശ്രയും ഒക്കെ ചേരുമ്പോൾ കരുത്തുറ്റ ഒരു ബോളിംഗ് നിരയും രാജസ്ഥാൻ റോയൽസിന് ഉണ്ടെന്നുള്ളതാണ്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും വിജയമെന്നത് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും നേരിയ ഒരു മുൻതൂക്കം രാജസ്ഥാന് കൽപ്പിക്കാം. കാരണം വൈഭവിൻ്റെ ബാറ്റിംഗ് വൈഭവം തന്നെയാണ്. വൈഭവിൻ്റെ വിക്കറ്റ് തുടക്കത്തിലെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയൊരു മേൽക്കോയ്മ ഗുജറാത്ത് ടൈറ്റൻസിന് ലഭിക്കും എന്നതാണ്. ആര് ജയിച്ചാലും RCBയുമായി ഏറ്റുമുട്ടുമ്പോൾ അവർക്ക് RCBയെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നാണ് IPL നിരീക്ഷിക്കുന്ന ഓരോ ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും ഒരു ഹൈ സ്കോറിംഗ് പിച്ചിലാണ് മത്സരം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ 220+ സ്കോർ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ നല്ലൊരു മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആഗ്രഹം എപ്പോഴും ഒരു ഫാൻ ബേസ് എന്ന നിലയിൽ ഒരു ടീമിനുണ്ടാവും. ആഗ്രഹമല്ല, സാധ്യത നിങ്ങൾ ആർക്കാണ് കൽപ്പിക്കുന്നത്? കമൻറ്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേഷനായി ക്രിക്ടോക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.